നമ്മൾ ഗാന്ധി ജയന്തിയിലേക്ക് വരികയാണ്, പീസിലേക്ക് വരികയാണ്, സമാധാനത്തിലേക്ക് വരികയാണ്. ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് മുതൽ നമ്മൾ സ്കൂളുകളിലൊക്കെ അല്ലെ ശുചീകരണ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ ആചരിക്കുകയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്ന ഇന്ന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വാർഷികാഘോഷ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി 9600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ഇന്ന് രാവിലെ രാജ്ഘട്ടിൽ ഗാന്ധി സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. രഞ്ജിത്ത്, ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ വ്യക്തി ശുചിത്വം, അതിന്റെ കാര്യം നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് പോലും സ്വന്തമായി ക്ലീൻ ചെയ്യുന്ന ആളായിരുന്നു. കസ്തൂർബ ഗാന്ധിയെ പോലും കൊണ്ടും ചെയ്യിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വലിയ പ്രചോദനമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ആ വ്യക്തി ശുചിത്വം പിന്നീട് സമൂഹത്തിന്റെ ശുചിത്വമായി മാറേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം മാലിന്യ സംസ്കരണ അവബോധത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് പറയുന്നത്. മാലിന്യം വലിച്ചെറിയുന്നത് കുറഞ്ഞതെന്ന് UV ജോസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 2023 മാർച്ചിൽ സംഭവിച്ച ബ്രഹ്മപുരത്തെ ഒരു തീയ് അതിനുശേഷം ഈ ഒരു രംഗത്ത് കേരളത്തെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അവയർനെസ് ക്രിയേഷൻ, ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് എന്ന രീതിയിലൊക്കെ വളരെ നാളായിട്ട് നമ്മൾ പ്രചരണങ്ങൾ നടത്തുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രഹ്മപുരം ഫയറിന് ശേഷം വളരെ കൃത്യമായ രീതിയിൽ ഇപ്പം നമ്മൾ വലിച്ചെറിയരുത് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം നമുക്കുണ്ടാവണം. അതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മാലിന്യത്തിന്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ കഴിയുന്നത്ര ഈ മാലിന്യം കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. പക്ഷേ ഇന്നത്തെ ഒരു അർബനൈസേഷൻ്റെയും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെയും ഭാഗമായിട്ട് വേസ്റ്റ് ഗ്ലോബലി അർബനൈസേഷനോടൊപ്പം തന്നെ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് അജൈവ മാലിന്യത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുന്നുണ്ട്. ഇപ്പോൾ ജൈവ മാലിന്യം ഒരു അർബൻ ഏരിയയിൽ പ്രശ്നമാണ്, റൂറൽ ഏരിയയിൽ അത്രയും പ്രോബ്ലം ഇല്ല. കാരണം നമുക്ക് അത്രയും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് അജൈവ മാലിന്യം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് റിയലി ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയ ഒരു പ്രതീക്ഷയോടെ തുടങ്ങുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ കഴിഞ്ഞ 1 വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടി ജനകീയമായിട്ടുള്ളൊരു മുഖം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ക്യാമ്പയിനായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 വരെയാണ് ഇതിൻ്റെ കാലയളവ്. സാധാരണ ക്യാമ്പയിൻ പോലെ ഇപ്പോൾ ഒരു അവയർനെസ് ക്രിയേഷൻ മാത്രമല്ല ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വളരെ വ്യക്തമായ ടാർഗറ്റോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പയിൻ. അപ്പോൾ അത് വളരെ കൃത്യമാണ്. ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ച് അറിയിച്ച് അത് ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം.
അതാണ് രഞ്ജിത്ത്, എന്തായാലും ശുചിത്വ മിഷന്റെ വലിയൊരു ലക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ഒരു സ്വപ്നമാണ് പറഞ്ഞത്. ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ ആ മാലിന്യമുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ് അല്ലെ. ഈ ആശംസകൾക്കപ്പുറം നമ്മൾ അവരുടെ ഒപ്പം സഹകരിക്കണം, ഓരോ ജനങ്ങളും അവർക്കൊപ്പം സഹകരിക്കണം എന്നുള്ളതാണ്. 2025 മാർച്ച് 30 ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം നമുക്ക് നടത്തണം. നമുക്ക് അശ്വതി, നമ്മൾ ആദ്യം പറഞ്ഞ ദിവസം പ്രത്യേകതയുള്ള ഒക്ടോബർ 2 അപ്പൊ നമുക്ക് വിശേഷപ്പെട്ട 2 അതിഥികളാണ്. ഹരിതകർമ്മ സേന അംഗങ്ങളായ ഉദയകുമാരിയും സിന്ധുവും. രണ്ടുപേർക്കും സ്വാഗതം. നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റുകളല്ല, പക്ഷേ നമ്മളിൽ ഉള്ള പലരും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വലിയ കാരണക്കാരാണ്. കാരണം അവരുടെ എഫേർട്ടും അവരുടെ നിസ്വാർത്ഥമായ സേവനവും അവരുടെ വിശ്രമരഹിതമായ അവരുടെ ജീവിതവും ഒക്കെയാണ് നമ്മൾ പലരും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ യുവി ജോസ് സാർ പറഞ്ഞില്ലേ, നമ്മളോട് വലിച്ചെറിയരുത് മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് എവിടെ കളയണം. അതിനുള്ള ഉത്തരമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ 2 പേർ. അവർ പ്രതിനിധികളാണ്, അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അപ്പോ 2 പേർക്കും വലിയ സന്തോഷത്തോടെ സ്വാഗതം. നമുക്ക് രഞ്ജിത്ത്, ഇവര് ഫുഡ് വേസ്റ്റ് എടുക്കുന്നില്ല, പ്ലാസ്റ്റിക്കിനോടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു ആ യുദ്ധത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിനോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഉദയ ചേച്ചി, എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം എന്നൊന്ന് പറയാമോ ഞങ്ങളോട്? നമ്മള് വീടുകളിൽ നമുക്കിപ്പോ വാർഡില് 10 പേരാണ്. ഇപ്പോ അളവ് കൂടി വരുന്ന അനുസരിച്ച് നമ്മൾ ഒരാളിനെ കൂടെ എടുത്തിട്ടുണ്ട്, 11 പേരായിട്ടുണ്ട്. കാരണം വീടുകളെ എല്ലാം ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മളെ ലക്ഷ്യം. കാരണം 100%, ഇപ്പം ഞങ്ങൾ 91% എത്തിയിട്ടുണ്ട്. അതായത് പാതിരപ്പള്ളി വാർഡ്, അത് 10 പേർ വീതമാണ് അല്ലേ? 10 പേരാണോ? സ്റ്റാർട്ടിങ് 6 പേരായിരുന്നു. അപ്പൊ നമ്മള് തുടങ്ങിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 21 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരാനൊത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഞാനാണ് സ്റ്റാർട്ടിങ്ങില് പാതിരപ്പള്ളി വാർഡിനായിട്ട് വന്നത്. എന്നെ കൊണ്ടുവന്നത് നമ്മുടെ പാതിരപ്പള്ളി വാർഡിലെ കൗൺസിലറായ MS കസ്തൂരി മേഡവും നവകേരള മിഷന്റെ ആളായിരുന്ന ജയന്തി മേഡവുമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. എന്നാൽ പലരും പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി. പരിശീലനം എന്ന് പറയാം, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സാറ് വന്ന്, ബിജു സാറ് വന്ന് നമുക്ക് സാറിന്റെ ഇതായിരുന്നു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം. സാറാണ് സ്റ്റാർട്ടിങ്, സാറാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ വീടുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് പ്ലാസ്റ്റിക് എടുക്കുക എന്ന് പറയുകയല്ല. നിങ്ങൾ പോയി ആദ്യം നിങ്ങൾ മേഡം അല്ലെങ്കിൽ സാറ് എന്ന് അവരെ സംബോധന ചെയ്ത് വിളിക്കുകയും അവരോട് നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ തരാൻ പറയുമ്പോൾ അവരോ നിങ്ങൾക്ക് കഴുകി തരണമോ എന്ന് ചോദിക്കും. ഇല്ല, കഴുകി തരണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് ആ വേസ്റ്റ് എല്ലാം കളഞ്ഞൊന്ന് ഇടണം. ചേച്ചി, സാറ് പറഞ്ഞു കൊടുത്ത അതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കഴുകി തരണം എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടാവുമല്ലോ. നിങ്ങൾ പൊയ്ക്കോ, ഇല്ല നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് ഇവിടെ കഴുകി തരാൻ മയപ്പെടുത്തി പറയണം. കഴുകണമെന്ന് പറയാൻ വേണം, എന്നാ ഒന്ന് മയപ്പെടുത്തി പറയണം. ഗൗരവക്കാരിയാണോ? സ്വതവേ ഗൗരവക്കാരിയാണോ? ഇപ്പൊ ഒരു ശരി വന്നു. അപ്പൊ അങ്ങനെ സാറാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇതിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും തന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പാതിരപ്പള്ളി വാർഡിന് ആളില്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. കൗൺസിലർ ഒത്തിരി കഷ്ടപ്പെട്ടു നമുക്ക് ആളിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡിസംബർ ആയപ്പോഴാണ് പിന്നെ ആൾക്കാർ എത്തിക്കഴിഞ്ഞത്, 6 പേർ എത്തിയത്. ഈ സിന്ധു മേഡം, നമുക്ക് ഈ കാര്യങ്ങൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആദ്യം എന്താണ്, ആരാണെന്നൊക്കെയുള്ള ചോദ്യം ആദ്യമൊക്കെ ഫേസ് ചെയ്ത് കാണും അല്ലേ? തുടക്കത്തിൽ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും നമ്മളെ അടുത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ കൂട്ടായി അല്ലേ? കൂട്ടായി. ഈ ചെന്ന് നമ്മൾ എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ ഓരോ മാസം ചെല്ലുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു പരിചയത്തിന്റെ ഒരു അംശവും കൂടി ഉണ്ടല്ലോ. ഉണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. ഈ ചിരിയോട് കൂടി തന്നെയാണോ ഓരോ വീട്ടിലും? അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു കൂട്ടില്ലേ? നിങ്ങൾ ഭയങ്കര കൂട്ടല്ലോ എല്ലാവരും വാർഡും കമ്പനിയാണ്. 100 വാർഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അതിനകത്ത് ഗംഭീര കമ്പനിയാണ് അവർ. അടുത്ത ഇലക്ഷന് വേണമെങ്കിൽ നിൽക്കാം. 3 മാസം കൂടുമ്പോ ബിജു സാർ വിളിക്കുന്നുണ്ട് മീറ്റിംഗ്. അത് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ ഇപ്പൊ ഇത് QR കോഡിന്റെ അതിന്റെ ഇത് ഇപ്പൊ മീറ്റിംഗ് വിളിച്ച് നമുക്ക് കൂടുതൽ പരിശീലനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് അവര്. ഇനി QR കോഡും കൂടെ എല്ലാ വീട്ടിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ 100% സംഗതി പണി എളുപ്പമായി, മൊത്തം ഡിജിറ്റലായി, കാര്യങ്ങൾ ഡിജിറ്റലായി. അപ്പോ ഈ നമ്മള്
അത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഇല്ല ചേച്ചി. ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ചിരിച്ച മുഖത്തോടെ നിന്നാലും ഇത് നമ്മൾ ഈ ചില ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള സാധനങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും അങ്ങനെ വേദനിപ്പിക്കുന്നവരുണ്ട്. എന്നാ രണ്ടുപേരും ഓരോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. ഇനി ആരും വേദനിപ്പിക്കരുത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ ദിവസം അല്ലേ? ആ ചേച്ചി പറയൂ, ഉദയ ചേച്ചി പറയൂ ആദ്യം. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് സ്ഥലമില്ല. ഞാൻ അതായത് സാർ ഇപ്പൊ ശുചിത്വ മനുഷ്യന്റെ ഡയറക്ടറിന്റെ ആ ഭാഗമാണ്. ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുന്ന ആളും കൂടിയാണ്. അത് മാത്രമല്ല സാറ് എന്നെ വനിതാ പ്ലാസ്റ്റിക് എടുത്ത് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് കളക്ട് ചെയ്ത് അതായത് വീടുകളിൽ നിന്നും തിരിഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവച്ച അടുത്ത് ഇനിയൊരു തിരിയലുണ്ട്. അതായത് വീടുകളിൽ നിന്ന് തിരിയുന്നത് വെച്ചാൽ പേൻ പേസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തോണ്ട് വരാതിരിക്കാൻ വേണ്ടി അവിടെ വെച്ച് തന്നെ ഒന്ന് മാറ്റിയാണ് വിടുന്നത്. തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് 7 തരത്തില് തരംതിരിക്കലുണ്ട്. അപ്പൊ ആ തരംതിരിക്കലിനുള്ള സൗകര്യമില്ല. ഓരോ വാർഡുകളിലും വേണം, എല്ലാ വാർഡുകളിലും വേണം. പിന്നെ ചില വാർഡുകളിൽ അവർക്ക് സ്ഥലം ഉണ്ട്, ചിലർ വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഒരു 3 സെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഇടയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന ആള് കോർപ്പറേഷൻ ജീവനക്കാരിയാണ്. ഒരു ദിവസം എത്ര കിലോ വരെ കളക്ട് ചെയ്യും? അങ്ങനെ കണക്കൊക്കെ ഉണ്ടോ? ഒരു ദിവസം ഒരു 15, അതിൽ കൂടുതൽ 15 കിലോ. 15. നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം എത്രയാണ്? ഒരു വീട്ടിൽ നിന്ന് ഒരു ചാക്കാണ്. വാർഡിൽ നിന്നാണ് ആലോചിക്കുന്നത്, ഒറ്റ വാർഡിൽ നിന്ന് അല്ല, ഒറ്റ വാർഡിൽ 100 കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. 150, 300 വരെ വരുന്നുണ്ട്. ഒരാള് കളക്ട് ചെയ്യുന്ന 6 പേര് ചേർന്ന് ഈ പറഞ്ഞതുപോലെ 10 വാർഡിൽ 10 പേരുണ്ട്. 11 പേര് ചേർന്ന് 150 കിലോ കളക്ട് ചെയ്യണം. ഇത് എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി തരംതിരിക്കും. ഒരു സ്ഥലം, ഒരു 7 സെന്റിനകത്ത് ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെയാണ് കോർപ്പറേഷന്റെ വണ്ടി വന്ന് നമ്മൾ എടുത്തു വെക്കുന്ന സാധനം കൊണ്ടുവന്ന് അവിടെ ഇട്ട് തരും. അപ്പൊ ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ 10 പേര് ഇരുന്ന് എടുത്ത സാധനം തരംതിരിച്ച് വെക്കും. അവിടെ നിന്ന് വലിയ വണ്ടി വന്ന് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ ഈ ഫ്ലാറ്റുകളിലും ഫ്ലാറ്റുകളിലും പോകുമല്ലോ അല്ലേ? ഈ നമ്മൾ ഈ പലപ്പോഴും നമുക്ക് ഈ പരാതി, എനിക്കൊരു ഫ്ലാറ്റ് താമസിക്കുന്ന ആളാണ്. അപ്പം പരാതികൾ പലപ്പോഴും ഉയരുന്നത് ഈ ആളുകളോട് നമ്മളും മനുഷ്യരാണ്, നിങ്ങൾ മനുഷ്യരാണല്ലോ കളക്ട് ചെയ്യുന്നവരും. ഈ വേസ്റ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്പം ശുചിത്വത്തോടുകൂടി ഒന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ പലരും അത് സഹകരിക്കാത്ത പല ആളുകളും ഉണ്ട്. അതൊക്കെ അവരെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അവരുടെ കൂടി ആവശ്യത്തിനാണ് നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് മനസ്സിലാകാത്ത പലരും ഇപ്പോഴും ഉണ്ടല്ലേ? വഴക്കടിക്കാറുണ്ടോ? അല്ല, ഫ്ലാറ്റുകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥല സൗകര്യം കുറവാണ്. അങ്ങനെ വരുന്നവരോട് ഞങ്ങൾ പ്ലാസ്റ്റിക്, അതായത് ബോട്ടിൽ ഐറ്റങ്ങൾ പ്രത്യേകം വയ്ക്കുക, പ്ലാസ്റ്റിക് പ്രത്യേകം വയ്ക്കുക, ചെരുപ്പ് ബാഗ് പ്രത്യേകം വയ്ക്കുക. ആ 3 ഐറ്റത്തിലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതേസമയം ആ സ്ഥല സൗകര്യം കൂടുതലുള്ള ആൾക്കാരോട് പാൽ കവറൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കമ്പി, അതായത് ചെറിയ ഒരു നൂല് പോലത്തെ കെട്ട് കമ്പി എന്ന് പറയും, ആ കമ്പിയിൽ അവർ തൂക്കിയിടുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി അവർ തൂക്കിയിട്ട് നനവ് മാറ്റി നമുക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ പാൽ കവറിലൊക്കെ പെട്ടെന്ന് പുഴു പിടിക്കുന്ന അതാണ് അവര് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കഴുകി തരുന്നവരും ഉണ്ട്, അല്ലാതെ അതേപടി എടുത്തിടുന്നവരും ഉണ്ട്. കുറേശ്ശെ സ്റ്റെപ്പായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ വാർഡിൽ പകുതി ആൾക്കാർ മാത്രമാണ് അത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും എത്ര പറഞ്ഞാലും അതേപോലെ തന്നെ ആ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന ഒരു ക്യാമ്പയിനും കൂടിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവരുടെ വാർഡിലുള്ളവർ മാത്രമല്ല, മാക്സിമം നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അല്ലേ? അത് ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് മാത്രമല്ല, ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു നമ്മളും ചെയ്യണം എന്നുള്ളൊരു കാര്യം അത് ബോധ്യപ്പെടുക തന്നെ വേണം. അത് അവർ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്തും. മേയറൊക്കെ നല്ല സപ്പോർട്ടാണ്. മേയർ എന്ന് പറഞ്ഞാൽ നല്ല, നമ്മളെ ഉദ്ഘാടനം ചെയ്തത് മേയറാണ്. നമ്മൾ 2021 ഒക്ടോബർ 28-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 3 വർഷമായി. മേയർ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ വാർഡ് കൗൺസിലറും HI JHI എല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ ഒപ്പം നിൽക്കുന്നുണ്ട്. JHIമാരും HI സാറും എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല പിന്തുണയുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഒരു സംഭവം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് നമ്മൾ വാർത്തയിലേക്ക് കണ്ടതല്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ അവിടെ മാലിന്യവും ഈ പ്ലാസ്റ്റിക്കും ഒക്കെ കൂടുന്നത്. അതിനോടൊപ്പം എന്താ തോന്നുന്നത്? നിങ്ങൾ പരസ്പരമൊക്കെ സംസാരിച്ച് കാണുമല്ലോ ആ വിഷയം? സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലര് കാറുകളിൽ പോയി അവരെടുത്തെറിഞ്ഞിട്ട് പോകുന്നവരുണ്ട്, വലിയ ചാക്ക് കെട്ടായി. അതേസമയം അല്ലാത്ത പാവപ്പെട്ടവർക്ക് കൊണ്ടിടാൻ അവിടെ പറ്റത്തില്ല. അപ്പൊ ഈ ചാക്കുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നവരുണ്ട്, നടക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ അതാണ് കാരണം ഞങ്ങൾക്ക് മിനി MCFകൾ തന്നിട്ടുണ്ട്. അവിടെയും ഇതുപോലെ സ്കൂളിലെ ടീച്ചർമാര്
പിന്നെ അതിന്റെ അല്ലാതെ side ൽ പോകുന്നവര് കൊണ്ടുവന്ന് അവരൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ ലേസം കാർ കൊണ്ടുവന്ന് അവിടെ ടീച്ചർമാർ ഈ വേസ്റ്റ് കൊണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങളോട് പോയി പഠിപ്പിക്കുന്നത് മാലിന്യം വലിച്ചെറിയരുത്. അതെ. ഞാൻ ചോദിക്കുന്ന രാവിലെ എപ്പോ തുടങ്ങും നിങ്ങളുടെ ഡ്യൂട്ടി സമയമൊക്കെ എങ്ങനെയാണ്? രാവിലെ എപ്പോ ഇറങ്ങും? സമയം ഫസ്റ്റൊക്കെ ഞങ്ങള് ഞങ്ങളുടേതായ സൗകര്യത്തിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ അത് പറ്റുന്നില്ല. ഇപ്പൊ അത് പറ്റുന്നില്ല. ഇപ്പൊ രാവിലെ കൃത്യം 8 മണിക്ക് ഇറങ്ങുന്നുണ്ട്. ഫീൽഡിൽ എല്ലാവരും ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്ന പക്ഷേ സാറ് ഞങ്ങള് ഫസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഞങ്ങളെ ഇഷ്ടാനുസരണം ഇറങ്ങി 6 മണി വരെയൊക്കെ ചെയ്യുന്നതുണ്ടായിരുന്നു. ഇപ്പൊ HI സാർ പറഞ്ഞ് ഇങ്ങനെ ഇരട്ടവൾക്ക് നിങ്ങൾക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് കൃത്യസമയം വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൃത്യസമയത്തേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമായി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ള സൗകര്യം അതൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതിനു മുൻപ് എന്തായിരുന്നു ഇവിടെ ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി? എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു? രണ്ടുപേരും ജോലിയൊന്നുമില്ല, വീട്ടിലായിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നു. എനിക്ക് 15 വളരെ സന്തോഷം. ഞാൻ 15 വയസ്സുള്ളപ്പോഴേ ഞാൻ ജോലിക്ക് ഇറങ്ങിയ ആളാണ്. എന്തായിരുന്നു ചെയ്തേ? ഞാൻ പല പല ഫീൽഡിലായിട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തയ്യലിന് പോയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ട്, അച്ഛനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്കിപ്പോ വരുമാനം ഉണ്ട്, നമുക്ക് പറയാനൊരു സ്ഥാപനം ഉണ്ട്, യൂണിഫോം ഉണ്ട് അല്ലെ? അത് തരുന്ന ഒരു ബലം എത്രയാണ് ചേച്ചി? എന്തോ അത് തരുന്ന ഒരു ബലം ഉണ്ടല്ലോ നമ്മുടെ യൂണിഫോം. യൂണിഫോം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടി. കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് നല്ല സഹകരണമാണ്. മാസ്ക്, ഗ്ലൗസ്, യൂണിഫോം, മഴക്കോട്ട് ഫസ്റ്റൊക്കെ ചാക്ക് തന്നോണ്ടിരുന്നു. ഇപ്പൊ അത് ചാക്ക് ഇത്തിരി ഡിലേ വന്നിരിക്കുകയാണ്. അന്തസ്സായിട്ട് കുടുംബം നോക്കാനും പറ്റുന്നുണ്ട് അല്ലേ? അന്തസ്സായിട്ട് കുടുംബം നോക്കാനും പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാം. കാരണം നമുക്ക് നമ്മളെ നിന്ന് എടുത്തു വയ്ക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു മടിയും കൂടാതെ വാങ്ങിക്കൊടുക്കാം. ഫസ്റ്റ് അതൊക്കെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള ഇത് ഇല്ലായിരുന്നു. നമുക്ക് തുടക്കം 10,000 രൂപയായിരുന്നു സാലറി. ഇപ്പൊ 30,000-ന് പുറത്ത് വാങ്ങിക്കുന്നുണ്ട്. വലിയ സന്തോഷം, വലിയ സന്തോഷം. തീർച്ചയായിട്ടും കേരളത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ഉദാഹരണം, മാതൃകയാണ്. സിന്ധു ചേച്ചിയോട് ചോദിക്കുമ്പോ ആരൊക്കെയാ വീട്ടിലുള്ളത്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എത്ര മക്കള്? മോള് +1 പഠിക്കുന്നു, മോ 6 പഠിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. താമസിക്കുന്നത് അവിടെ തന്നെ? താമസിക്കുന്നത് അവിടെയാണ്. ഓക്കെ. അപ്പൊ ഉദയ ചേച്ചിയോ? കുളപ്പുറക്കുന്നിലാണ് താമസിക്കുന്നത്. എനിക്ക് എന്റെ ഭർത്താവ്, ഞാൻ, എന്റെ അമ്മായച്ഛൻ കൂടെ ഉണ്ട്. പിന്നെ എന്റെ മോള് 10ാം ക്ലാസ്സില്, എന്റെ മോൻ 6ാം ക്ലാസ്സില്. മോൻ 6ാം ക്ലാസ്സിൽ. ഓക്കെ. രണ്ടുപേർക്കും 2 മക്കളുണ്ട്. കുടുംബശ്രീപരമായിട്ടും നല്ല സഹകരണമാണ്. ബീനചേച്ചി എല്ലാവരോടും സംസാരിച്ചു. 10 പേരെന്ന് പറയുമ്പോൾ 100 വാർഡിലുമായി ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? 1000-ഓളം ആളുകൾക്കുള്ള ഒരു തൊഴിലും കൂടിയാണ്. അവർക്ക് ഒരു വരുമാനം ചെറിയ തുകയല്ല. പിന്നെ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ ഒരു ശക്തി കൂടി ഉണ്ടല്ലോ നമുക്ക്. എന്തെങ്കിലും യൂണിയനൊക്കെ ഉണ്ടോ ചേച്ചി? ഇല്ല, യൂണിയൻ വേണ്ട. അല്ലാതെ ഞങ്ങൾ നന്നായി പോകുന്നുണ്ടെന്നൊക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഇതുപോലെ കൂട്ടുകൂടി ജോലി ചെയ്യുന്നത് ഒരു സുഖമല്ലേ? ഒരു വിഷമവും ഇല്ല, സന്തോഷമാണ്. അതെ. ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. എല്ലാ പേരും എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മളോട് പറയാറുണ്ട്. ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് 3/4 പേർക്കും ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അത് പോയിട്ട് ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട്, പിന്നെ വീടില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ഒരു വീടിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് അവർക്ക് ഒരു മുൻഗണന കൊടുക്കണം. കാരണം വീട് ഇല്ലാതെ വാടക വീട്ടിലൊക്കെ കഴിയുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ വീട് വരുന്ന സമയങ്ങളിൽ വീട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുണ്ട്. ഓരോ വാർഡിലും ഓരോന്ന് വെച്ചെങ്കിലും ഓരോ ആൾക്കാർക്ക് കൊടുത്താൽ 10 പേർക്കും വീടായി കഴിയും. അപ്പൊ ഇതിനകത്തുനിന്ന് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് തുച്ഛമായ പൈസയാണ് കിട്ടണം. കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ വാഹനമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട്. ഞങ്ങളുടെ വാർഡിൽ എല്ലാവർക്കും 2 വീലർ ഉണ്ട്. എല്ലാവർക്കും ഇല്ല, ഒരു 5-6 പേർക്കുണ്ട്. പക്ഷെ ഇങ്ങനെ അവരെ കൊണ്ടുപോകാനും എടുത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റുവാനും ഒക്കെ ഉള്ള സൗകര്യം അത് വെച്ചാണ്, ഞങ്ങളെ വണ്ടി വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അത് പെട്ടെന്ന് പണികളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതിൽ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പോകാറുണ്ടോ? പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടിതട്ടി എടുക്കുന്നുണ്ടോ? അത് ഓണാഘോഷമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം അടിച്ചു പൊളിക്കും. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ്. അങ്ങനെ എന്താണ് ഉദ്ദേശിച്ച്? ഡാൻസ് ആണോ പാട്ടാണോ? എല്ലാം ഉണ്ട്, ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. ആണോ? പാടുവോ? ഇല്ല. കേട്ടോ ഞങ്ങള് പാടുവന്ന്? ഇല്ല. അപ്പൊ ഉദയ ചേച്ചി ഒരു പാട്ട് പാടും? ഇല്ല, പാട്ടൊന്നും ഇല്ല. പാട്ടില്ലെന്ന് പറഞ്ഞു. ശരി, അതെ, ഞങ്ങളെല്ലാം കൂടി ഉള്ളപ്പോ പാടുവന്ന്. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്നത് ഇനി ഞങ്ങളുടെ ഈ ദിവസം വളരെ സന്തോഷമാണ്.
ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഒരു രണ്ട് ഇത്ര പ്രധാനപ്പെട്ട അതിഥികളെ കിട്ടിയതിൽ. ഒപ്പം ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ചേച്ചിമാരുണ്ട് ക്ലീനിങ്ങിൽ. ആ ചേച്ചിമാരെ കൂടി ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുവാണ്. കാരണം നമ്മുടെ ഈ ഒരു ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയോട് ചെയ്യാണ്. ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അവരോട് എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. നന്ദി രണ്ടുപേരും വന്ന് ഇത്രയും സമയം, നിങ്ങളുടെ വിലയേറിയ സമയം എന്ന് തന്നെ പറയണം. കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയമാണ്. ന്യൂസ് 8 വേണ്ടി ചിലവഴിച്ചതിന്, പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിന്. ഗംഭീരമായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു.